ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിവിൽ ആൻഡ് മെക്കാനിക്കൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം നടക്കുന്നത്. ഈ പോസ്റ്റിന്റെ നിയമന സാധ്യത എത്രത്തോളമാണ് എന്ന് ഒരു കൃത്യമായ ഒരു ഔട്ട്ലുക്ക് തരുന്നതിന് വേണ്ടിയാണ്. കാരണം നിലവിൽ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും സംശയം ഉണ്ടാവും, നമുക്ക് എപ്പോഴേക്ക് നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുള്ള കൃത്യമായ ഒരു അസസ്മെന്റ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 451/2020 എന്ന നമ്പറിലായിരുന്നു. അന്ന് DOE വന്നത് 18/7/2024 അതായത് 18-ാം തീയതി 7-ാം മാസത്തിലാണ് വരുന്നത്. 18/7/2024 അന്ന് ഈ എക്സാമിനേഷൻ വന്ന കട്ട് ഓഫ് മാർക്ക് 63 മാർക്കായിരുന്നു. അങ്ങനെ ഈ ഒരു 63 മാർക്ക് പ്രകാരം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 296 പേരായിരുന്നു. അതിൽ നിലവിലെ നിയമനം ലഭിച്ചിട്ടുള്ള അഡ്വൈസ് ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 125 പേരാണ്. അതായത് ഏതാണ്ട് റാങ്ക് ലിസ്റ്റിൽ 125 പേർക്ക് ഇതിനോടകം നിയമനം ലഭിച്ചു. ഇനിയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടതാണ്. 170ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ഇനി അഡ്വൈസ് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ ടോട്ടൽ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഇനിയും ഒരു 20 അല്ലെങ്കിൽ 30 പേർക്ക് കൂടി അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ ഏതാണ്ട് പകുതിയിലധികം ആൾക്കാർക്കും നിയമനം ലഭിക്കാനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ സാധ്യത. കാരണം സമയം ബാക്കി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് അഡ്വൈസുകൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഹാഫിൽ കൂടുതൽ 150 അല്ലെങ്കിൽ 160ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞത് അഡ്വൈസ് കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു മാർക്കിൽ നിന്ന് ഏതാണ്ട് എത്രത്തോളം മാർക്ക് കൂടുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുവാൻ. അപ്പോൾ അടുത്ത വട്ടവും, അതായത് നോർമലി ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഓരോ പോസ്റ്റുകളിലേക്കും ഈ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളിൽ കൃത്യമായിട്ട് നിയമനം നടക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന റാങ്ക് ലിസ്റ്റിലും ഏറെക്കുറെ ഇത്ര തന്നെ നമ്പർ, എത്രത്തോളം ആൾക്കാർക്കായിരിക്കും നിയമനം നടക്കാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓർക്കുക, സിവിൽ മെക്കാനിക്കൽ സ്ട്രീമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനം നടക്കും എന്ന് പ്രതീക്ഷ വേണം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ. പ്രത്യേകിച്ചും ടെക്നിക്കൽ മേഖലയിൽ ഒരു 180 പേർക്കൊക്കെ നിയമനം ലഭിക്കുക എന്ന് പറയുന്നത്, അതായത് നിലവിൽ 125 പേർക്കാണ് നിയമനം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമുക്കറിയാം പല വേക്കൻസികളിലും 10ഉം 20ഉം പേർക്കൊക്കെയാണ് ടെക്നിക്കൽ പോസ്റ്റുകളിലെ നിയമനം വരുന്നത്. ആ സ്ഥാനത്താണ് 100-ലധികം നിയമനങ്ങൾ നടന്നത്. ഇനിയും നിയമനങ്ങളും നടക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിൽ നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം 2/9/2026 വരെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മെക്കാനിക്കൽ ഡിപ്ലോമ അതുപോലെ തന്നെ സിവിൽ ഡിപ്ലോമ ഉള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. വളരെ കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു ഓപ്ഷനാണ് ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് നിരവധി ചോദ്യപേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്ത് ഒരു പ്രോ ലെവലിലേക്ക് ആയാൽ ഈ ഒരു എക്സാമിനേഷനിൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും. നമ്മൾ കണ്ടതാണ്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആദ്യമുള്ളവർക്കാണ് ആദ്യ നിയമനം വരുന്നത്. അതനുസരിച്ചാണ് സീനിയോറിറ്റി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എപ്പോഴും റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തെ നമ്പറുകളിൽ എത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 30-നകത്തോ ഒരു 50-നകത്തോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാതെ ഈ പോസ്റ്റിന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു റാങ്കിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ടും കോഴ്സിന്റെ വിശദ വിവരങ്ങളും വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവുന്ന ഫില്ല് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്കൊന്ന് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.